ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. സംഗമം പലിശരഹിത അയൽക്കൂട്ടായ്മ വാർഷികം ആഘോഷിച്ചു. യുബസാർ അനുഗ്രഹ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സുസ്ഥിര വികസനത്തിന് അയൽക്കൂട്ട പെരുമ എന്ന പ്രമേയത്തിൽ സംഗമം പലിശരഹിത അയൽക്കൂട്ടായ്മയുടെ 5ാമത് വാർഷികം ആഘോഷിച്ചു. എറിയാട് കോസ്മോ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്ന പരിപാടി വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി ഉദ്ഘാടനം ചെയ്തു. ചോദിക്കുന്നവർ അങ്ങനെ വെൽഫെയർ പാർട്ടിയുടെ കരുത്തിനെ കൂടി നിങ്ങൾ ഉണ്ടാകണം ഈ സമൂഹത്തിൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ കൂടി കണ്ടുകൊണ്ടാണ് നമ്മുടെ സഞ്ചാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ദൗത്യങ്ങൾ ചെറുതല്ല, നിസ്സാരമല്ല. അതിനാൽ ഈ വലിയ സംരംഭകത്വത്തിന്റെ സ്വാർത്ഥവാഹക സംഘത്തിന്റെ അണികളാകുവാൻ നിങ്ങളെ കൂടി ഇതിന്റെ മുല്ലപ്പൂവിന്റെ മണം അനുഭവിച്ചുകൊണ്ട്, ഇതിന്റെ ശാന്തി അനുഭവിച്ചുകൊണ്ട് കിടപ്പാടങ്ങളിൽ സുരക്ഷിതമായി വിജയപ്രദമായി നീങ്ങാനുള്ള അവസരങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നുകൊണ്ട് താങ്ങാകുക, തണലാവുക, കണ്ണുനീര് തുടയ്ക്കുക. നന്ദി, നമസ്കാരം. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് MM മനസ് നദവി അധ്യക്ഷത വഹിച്ചു. സലീം മാമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഇൻഫാക് സംസ്ഥാന ഭരണസമിതി അംഗം KK ഷാനവാസ് +2 SSLC വിജയികൾക്ക് അവാർഡ് വിതരണം ചെയ്തു. വാർഡ് മെമ്പർ PK മുഹമ്മദ്, നഫീസ അബ്ദുൽ കരീം, വിമൻസ് ജസ്റ്റിസ് മൂവ്മെന്റ് തൃശൂർ ജില്ലാ സെക്രട്ടറി ഫസീല ഹനീഫ്, ഹുദ ബിൻത് ഇബ്രാഹിം, അമീർ അലി എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ പഠനോപകരണ വിതരണം യുബസാർ ഹൽക്ക പ്രസിഡന്റ് KH ഷക്കീർ നിർവഹിച്ചു. തുടർന്ന് അയൽക്കൂട്ടം അംഗങ്ങളുടെ കലാദൃശ്യ വിരുന്ന് അരങ്ങേറി. അനുഗ്രഹ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് AB ബഷീർ സ്വാഗതവും സെക്രട്ടറി K ഹൈദർ നന്ദിയും പറഞ്ഞു. മഹാപ്രസ്ഥാനമാണ് സംഗമം അയൽക്കൂട്ടായ്മ. അത് 10ാം വാർഷികം ആഘോഷിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, നിങ്ങളും അതിൽ പങ്കാളികളായിരുന്നു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ആളുകളൊക്കെയും നമ്മുടെ ഇൻഫാക്കിന്റെ കീഴിലുള്ള NGOകളുടെ പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. പലിശ എന്ന മഹാവിപത്തിനെതിരെ വലിയ ബദൽ നമുക്ക് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യം. തീർച്ചയായും അത് നമ്മുടെ ഇൻഫാക്കിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തേത് അത് തന്നെയാണ്. പലിശക്കെതിരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, പലിശക്കെതിരെ നമ്മൾ സമരം നയിച്ചുകൊണ്ടിരിക്കുകയല്ല, മറിച്ച് നമ്മുടെ കൈവശം ഒരു ബദൽ ഉണ്ട്. പലിശയിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു നിന്നാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബദൽ സംവിധാനത്തെ പരീക്ഷിക്കാവുന്നതാണ്